ലോഗോസ് ബൈബിൾ ക്വിസ്. മത്തായി എഴുതിയ സുവിശേഷത്തിന്റെ പ്രത്യേകതകൾ അടങ്ങിയ ബൈബിൾ ക്വിസ്. മത്തായിയുടെ സുവിശേഷം എഴുതിയത് ആര്? യേശുവിന്റെ ശിഷ്യനായ മത്തായി. മത്തായിയുടെ സുവിശേഷം എഴുതിയ കാലഘട്ടം ഏകദേശം AD 45. മത്തായിയുടെ സുവിശേഷത്തിലെ ആകെ അധ്യായങ്ങൾ എത്ര? 28 അധ്യായങ്ങൾ. മത്തായിയുടെ സുവിശേഷത്തിലെ ആകെ വാക്യങ്ങൾ എത്ര? 1071 വാക്യങ്ങൾ. മത്തായിയുടെ സുവിശേഷം ഏത് ഭാഷയിലാണ് എഴുതപ്പെട്ടത്? ഗ്രീക്ക്. മത്തായിയുടെ സുവിശേഷം എഴുതപ്പെട്ടത് ആർക്കുവേണ്ടിയാണ്? യഹൂദന്മാർക്കു വേണ്ടി. എഴുത്തുകാരനായ മത്തായിയുടെ മതപശ്ചാത്തലം എന്തായിരുന്നു? യഹൂദ മതം. മത്തായിയുടെ തൊഴിൽ എന്തായിരുന്നു? ചുങ്കം പിരിവ്. മത്തായിയുടെ മറ്റൊരു പേര് എന്തായിരുന്നു? ലേവി. മത്തായിയുടെ പിതാവിന്റെ പേര് അൽഫായി. മത്തായി എന്ന പേരിന്റെ അർത്ഥം യഹോവയുടെ ദാനം. മത്തായിയുടെ സുവിശേഷം പുതിയ നിയമത്തിലെ എത്രാമത്തെ പുസ്തകം ആണ്? 1. പുതിയ നിയമത്തിലെ പ്രഥമ പുസ്തകം ഏത്? മത്തായി. വംശാവലിയോടുകൂടി ആരംഭിക്കുന്ന പുതിയ നിയമ പുസ്തകം ഏത്? മത്തായി. മത്തായിയിൽ ഏറ്റവും കൂടുതൽ പരാമർശിക്കുന്ന പദം ഏത്? സ്വർഗരാജ്യം. പഴയ നിയമ പ്രസ്താവനകൾ ഏറ്റവും കൂടുതലുള്ള സുവിശേഷം ഏതാണ്? മത്തായി. മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിലെ വംശാവലി ആരുടെയാണ്? യേശുക്രിസ്തുവിന്റെ. സഭ എന്ന പദം പ്രയോഗിച്ചിരിക്കുന്ന ഏക സുവിശേഷം ഏത്? മത്തായി. മത്തായി എങ്ങനെയാണ് യേശുവിന്റെ ശിഷ്യനായത്? യേശു മത്തായിയെ വിളിച്ചു. മത്തായിയുടെ സുവിശേഷം വേദപുസ്തകത്തിലെ എത്രാമത്തെ പുസ്തകം ആണ്? 40. മത്തായിയിൽ സ്വർഗരാജ്യം എന്ന പദം എത്ര പ്രാവശ്യം പരാമർശിച്ചിട്ടുണ്ട്? 32 പ്രാവശ്യം. മത്തായിയുടെ വംശാവലിയിൽ ദാവീദിന്റെ പുത്രൻ ആര്? യേശുക്രിസ്തു. മത്തായിയുടെ വംശാവലിയിൽ അബ്രഹാമിന്റെ പുത്രൻ ആര്? ദാവീദ്. ഏറ്റവുമധികം അധ്യായങ്ങളുള്ള സുവിശേഷം ഏത്? മത്തായി.